കാലിക്കറ്റ് സർവകലാശാലയിൽ കൂട്ടായ്മയുടെ വിജയമാണുണ്ടായതെന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ. കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും UDSF സഖ്യം കൊണ്ടുവരുമെന്നും UDSF നേതാക്കൾ അറിയിച്ചു. നിങ്ങൾക്കെല്ലാം അറിയാം, കഴിഞ്ഞ 8 വർഷക്കാലമായി SFI അടക്കി ഭരിച്ചിരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MSFും KSUം സംയുക്തമായി UDSF മുന്നണി ഭരണം SFIയിൽ നിന്ന് തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാലിക്കറ്റ് സർവകലാശാലയിൽ UDSF മുന്നണി ഭരണം പിടിച്ചെടുത്തത് കൂട്ടായ്മയുടെ വിജയമാണ്. ഭരണ സംവിധാനം ഉപയോഗിച്ചാണ് SFI സർവകലാശാലയിൽ ഭരിച്ചിരുന്നത്. SFIയുടെ പിന്നിലൊരു ക്രിമിനൽ കോക്കസ് ഉണ്ട്. അവരോട് പോരാടിയാണ് UDSF വിജയിച്ചതെന്നും ഇടതുപക്ഷ സർക്കാരിന്റെ മുഖത്തേറ്റ അടിയാണ് കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പ് ഫലമെന്നും KSU MSF സംസ്ഥാന അധ്യക്ഷന്മാരായ അലോഷ്യസ് സേവ്യറും PK നവാസും പറഞ്ഞു. സാഹചര്യം എന്ന് പറയുന്നത്, ഇവിടെ ഞങ്ങൾ പ്രതിപക്ഷത്തായിരിക്കുന്ന കഴിഞ്ഞ 8 വർഷക്കാലമായി പ്രതിപക്ഷത്തായിരിക്കുന്ന സാഹചര്യത്തിൽ ഭരണത്തിൻ്റേതായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും SFI പറ്റി ഭരണ സംവിധാനങ്ങളെ മുഴുവൻ ഉപയോഗപ്പെടുത്തി, അതിനപ്പുറം പറയുകയാണെങ്കിൽ ഭരണ സംവിധാനങ്ങളെല്ലാം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ ഭരണം കൈയാളിക്കൊണ്ട് കഴിഞ്ഞ 8 വർഷക്കാലം ഇവിടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. UDSFന്റെ UUCമാരെ കിഡ്നാപ്പ് ചെയ്തുവെന്നും വോട്ടർ ID കാർഡുകൾ കവർന്നുവെന്നും ഇരു നേതാക്കളും പറഞ്ഞു. SFIയുടെ വോട്ടുകൾ ചോർന്നു. സർവകലാശാല തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ തടഞ്ഞത് മാധ്യമങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണെന്നും കള്ളവോട്ടുകൾ ചെയ്യാൻ ഉദ്യോഗസ്ഥർ അനുമതി നൽകിയെന്നും UDSF നേതാക്കൾ പറഞ്ഞു. ഡീനിനെ രജിസ്ട്രാർ വിളിച്ച് സമ്മർദ്ദത്തിലാക്കി. മന്ത്രി R ബിന്ദുവിന്റെ ഓഫീസിൽ നിന്ന് UUCമാരെ വിളിച്ചുവെന്നും മന്ത്രി വിളിച്ചതിന് സാക്ഷികളുണ്ടെന്നും വിദ്യാർത്ഥി നേതാക്കൾ മലപ്പുറത്ത് പറഞ്ഞു. സമാനമായിട്ടുള്ള സാഹചര്യമാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ കലാലയങ്ങളിൽ. SFI തങ്ങളുടെ ഏകാധിപത്യ ധാർഷ്ട്യ സിദ്ധാന്തം കൊണ്ട് വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെപ്പോലും ഇല്ലായ്മ ചെയ്തുകൊണ്ട് അവർക്ക് പ്രതികരിക്കുവാനോ അവരുടെ നിലപാടുകൾ പറയുവാനോ പോലും പറ്റില്ലാത്ത സാഹചര്യത്തിലേക്ക് വിദ്യാർത്ഥികളെ അടിമകളാക്കി വെച്ചിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് കേരളത്തിലെ വിദ്യാർത്ഥികൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിജയത്തിലൂടെ ജനാധിപത്യപരമായി അവർക്ക് തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കുവാൻ നമ്മുടെ മുന്നണിക്ക് സാധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. +2 കഴിഞ്ഞവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്ക് സ്കോളർഷിപ്പോട് കൂടെ പാരാമെഡിക്കൽ BVOC ഡിഗ്രി കോഴ്സുകൾ പഠിക്കാം. വളാഞ്ചേരി നിസാർ ഹോസ്പിറ്റലിൽ നിന്നും നൂതന സാങ്കേതിക ഉപകരണങ്ങളുടെ മികച്ച സൗകര്യങ്ങളോട് കൂടെയുള്ള മെഡിക്കൽ ലബോറട്ടറി, പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ കീഴിലുള്ള പരിശീലനം, പഠന പാഠ്യേതര രംഗത്തെ നിങ്ങളുടെ കഴിവുകളെ വളർത്തിയെടുക്കുവാനുള്ള അവസരങ്ങൾ ഉറപ്പാക്കുന്നു. നിങ്ങളുടെ കരിയർ മികവിനായി എക്സ്പീരിയൻസ്ഡ് ടീച്ചേഴ്സും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള മാനേജ്മെന്റും പാരാമെഡിക്കൽ മേഖലയിൽ ഏറെ സാധ്യതകളുമായി BVOC ആൻഡ് ഡിപ്ലോമ കോഴ്സുകൾ. BVOC ഡിഗ്രി ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, patient care management, hospital management, radiology and medical imaging technology, and diploma in pharmacy assistant, nursing assistant, +2 science, commerce, humanities ഏത് സ്ട്രീം കഴിഞ്ഞവർക്കും പാരാമെഡിക്കൽ BVOC ഡിഗ്രി കോഴ്സുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. NIPMS അക്കാഡമി, നിസാർ ഹോസ്പിറ്റൽ, വളാഞ്ചേരി. ഫോർ അഡ്മിഷൻ 9957 08048.